രാംകുമാർ സാർ, ജനൻ ടി വി ചർച്ചയ്ക്കിടയിലാണ് ദൗർഭാഗ്യകരമായ ചില സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങേയറ്റം പ്രകോപിതനായി മുസ്ലിം ലീഗിന്റെ പ്രതിനിധി ഈ ചാനൽ ചർച്ചയിൽ സംസാരിക്കുകയാണ്. അദ്ദേഹത്തെ അങ്ങേയറ്റം അപഹസിക്കുന്ന രീതിയിൽ, പി സി ജോർജിനെ അങ്ങേയറ്റം അപഹസിക്കുന്ന രീതിയിൽ വരെ അന്ന് പങ്കെടുത്ത മുസ്ലിം ലീഗിന്റെ പ്രതിനിധി പെരുമാറുന്ന സാഹചര്യമുണ്ടായി. ഈ ഘട്ടത്തിൽ സാന്ദർഭികമായി പറഞ്ഞു പോയത് അതിര് കടന്നുവെന്നും ദേശസ്നേഹികളായ മുസ്ലിങ്ങൾ അവരെ ആരും ഉദ്ദേശിച്ചല്ല അത്തരത്തിലൊരു പരാമർശം നടത്തിയതെന്നും പി സി ജോർജ് പിന്നീട് വ്യക്തമാക്കുകയുണ്ടായി. അദ്ദേഹം ഈ വിഷയത്തിൽ മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു. ഈ കേസിന്റെ മെറിറ്റ് എന്താണ്? അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടു. ഇപ്പോൾ അദ്ദേഹം 14 ദിവസം റിമാൻഡിലാണ്. ഏറ്റവും ഒടുവിലത്തെ വിവരമനുസരിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി ICUവിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഉയർന്ന രക്തസമ്മർദ്ദവും ECGയിലെ വേരിയേഷനും മൂലമാണ് അദ്ദേഹത്തെ ഇപ്പോൾ കാർഡിയോളജി ICUവിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇതാണ് ഈ സാഹചര്യം. ഇങ്ങനെ പി സി ജോർജിൻ്റെ കാര്യത്തിൽ നിയമപരമായി ഈ കേസിനെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും നിർഭാഗ്യകരമായൊരു സംഭവം എന്ന് ഞാൻ ഇതിനെ വിശേഷിപ്പിക്കും. കാരണം നിങ്ങൾ ചർച്ചയ്ക്ക് ക്ഷണിച്ച ശേഷം ആ ചർച്ചയുടെ വീഡിയോ മുഴുവൻ ഞാൻ കാണുകയും കേൾക്കുകയുമുണ്ടായി. അത് വാസ്തവത്തിലൊരു രാഷ്ട്രീയ ചർച്ചയായിരുന്നു, മത ചർച്ചയായിരുന്നില്ല. പി സി ജോർജ് പരാമർശിച്ചത് മുഴുവനെ മുസ്ലിം ലീഗിനെ കുറിച്ചായിരുന്നു. മുസ്ലിം ലീഗിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പുള്ള പശ്ചാത്തലവും അതിനുശേഷം മലപ്പുറം ജില്ലയിൽ നടക്കുന്ന ചില സംഭവങ്ങളും ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ച് ഉണ്ടായാൽ നടക്കുന്ന സംഭവങ്ങളും, ഈ സംഭവങ്ങളിൽ ഒരു സ്ഥലത്തും തന്നെ ഏതെങ്കിലും മതത്തെ തരം താത്തുകയോ അല്ലെങ്കിൽ വിദ്വേഷപരമായി സംസാരിക്കുന്ന ഒരു ഭാഗവും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഒന്ന് ശരിയാണ്, ശ്രീ സാക്കീർ അങ്ങേയറ്റം പ്രകോപനപരമായി നിങ്ങൾ എന്നൊക്കെ പ്രായം ചേർന്നൊരു മനുഷ്യനെ വിളിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും പി സി ജോർജ് അല്പം അസ്വസ്ഥനായി. അതിന് മറുപടിയായി പറഞ്ഞ ചില പദപ്രയോഗങ്ങൾ വേണമെങ്കിൽ ഒരു സമുദായത്തിനെതിരാണെന്ന് വളച്ചൊടിച്ച് കേസെടുക്കാൻ ആ സാഹചര്യമാണ് ഇന്ന് പോലീസുകാർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി ഞാൻ വായിച്ചു. അതിൽ ശ്രീ പി സി ജോർജ് പറഞ്ഞു എന്ന് പറയുന്ന പ്രസ്താവനകൾ വീഡിയോയിൽ കാണുന്നില്ല. ജനം ടി വി ചർച്ചയിൽ മുഴുവനെ ശ്രീ പി സി ജോർജ് മുസ്ലിങ്ങളെയല്ല മുസ്ലിം ലീഗിനെയാണ് വിമർശിച്ചത്. മുസ്ലിം ലീഗ് ഒരു രജിസ്റ്റേർഡ് രാഷ്ട്രീയ കക്ഷിയാണ്. മുസ്ലിം എന്ന പേരുണ്ടെങ്കിലും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏക മുസ്ലിം മതനാമധേയമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടിയെ വിമർശിക്കാൻ ഈ രാജ്യത്തെ പൊതുപ്രവർത്തകർക്ക് അവകാശമുണ്ട്. അതൊരിക്കലും ഒരു മതത്തിനെ വിമർശിക്കുന്നതായിട്ട് കാണാൻ പറ്റില്ല. അതല്ലാതെ തെറ്റ് ഉണ്ടെങ്കിൽ തിരുത്താം. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ചർച്ച മുഴുവൻ കേട്ടു. ശ്രീ സാക്കീർ വളരെ പ്രകോപനപരമായി പറഞ്ഞതും മറുപടിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നിരന്തരമായി മുസ്ലിം ലീഗിനെയും മുസ്ലിം ലീഗിൻ്റെ കാഴ്ചപ്പാടുകളെപ്പോഴും മുസ്ലിം ലീഗ് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും മതപരമായ വിഭജനം ഉണ്ടാക്കുന്നതും വാസ്തവത്തിൽ ദുഃഖത്തോടും വേദനയോടുകൂടിയാണ്, അല്പം പോലും വിദ്വേഷത്തോടു കൂടിയല്ല ശ്രീ പി സി ജോർജിൻ്റെ പരാമർശം. ഇത് ഇത്ര വലിയൊരു സംഭവം മാറ്റിയതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട്. കാരണം ഇതിലും പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ ആലപ്പുഴയിൽ, കാസർഗോഡ്, പാലക്കാട് ഒക്കെ കേട്ടിട്ടുണ്ട്. അന്നൊന്നും കേസെടുക്കാത്ത പോലീസ് ഇത്ര ശുഷ്കാന്തിയോടുകൂടി ഒരു 30 കൊല്ലത്തെ പാരമ്പര്യമുള്ള ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിനെ വേട്ടയാടുന്നത് എന്തോ അജണ്ട വെച്ചിട്ടാണ്, എന്തോ ലക്ഷ്യം വെച്ചിട്ടാണ്. സ്ഥിരം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് പോലീസ് പങ്കാളികളാവണം എന്ന് സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ നിവൃത്തില്ല. കാര്യം ശരിയാണ്. ശ്രീ പി സി ജോർജ് വെട്ടിത്തുറഞ്ഞ് പല സംഭവങ്ങളും പറഞ്ഞു. അത് പലർക്കും അരോചകമായിരിക്കാം. പക്ഷേ അതിലൊന്നും വിദ്വേഷത്തിൻ്റെ ഒരു കണിക പോലും ഞാൻ കണ്ടിട്ടില്ല.
ഏതെങ്കിലും വാക്കുകൾ അടർത്തിയെടുത്തുകൊണ്ട് ഏതെങ്കിലും സമുദായത്തെ ആക്ഷേപിക്കാൻ വേണമെങ്കിൽ വളച്ചൊടിക്കാം. പക്ഷേ അദ്ദേഹം വിമർശിച്ചത് മുഴുവനെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെയും അതിൻ്റെ പ്രതിനിധി പറഞ്ഞ അഭിപ്രായങ്ങളെ ഖണ്ഡിച്ചുകൊണ്ടുമാണ്. അതെങ്ങനെ മതവിദ്വേഷമാകുന്നത്? അപ്പം മതവിദ്വേഷം എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ പോലീസ് ചാർജ് ചെയ്തത് യഥാർത്ഥ സംഗതികളെ കാണിച്ചുകൊണ്ടല്ല. ഇതിനൊക്കെ പുറമെ അഥവാ എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നതെന്നും മാന്യമായി അദ്ദേഹം കേസ് വരുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു. അതും കണക്കിലെടുക്കേണ്ടതല്ലേ. ഇവിടെ പ്രശ്നം അതൊന്നല്ല. 3 കൊല്ലത്തിൽ താഴെ ശിക്ഷിക്കാവുന്നൊരു കേസാണ്. 3 കൊല്ലത്തിൽ താഴെ ശിക്ഷിക്കാവുന്ന കേസുകളിൽ സാധാരണമായ രീതിയിൽ ജാമ്യം കൊടുക്കേണ്ടതാണ് എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 1-ലധികം കേസുകളും, അതും രാഷ്ട്രീയ നേതാക്കന്മാരുടെ കേസുകൾ, പി ചിദംബരം, മനീഷ് സിസോദിയ തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കേസുകളിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ആ തത്വമനുസരിച്ച് തീർച്ചയായും ശ്രീ PC ജോർജിന് ജാമ്യം അനുവദിക്കേണ്ടതായിരുന്നു. കോടതി ഉത്തരവിനെ ഞാൻ വിമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ കോടതികളെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ആളാണ്. നിയമത്തിൻ്റെ വഴി ഈ രാജ്യത്ത് ഓരോ പൗരനും സ്വീകരിക്കണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. കോടതിക്ക് തെറ്റുപറ്റിയാൽ തിരുത്താം. ഉയർന്ന കോടതിയിൽ പോയി തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് തിരുത്താം. ആ വഴി ശ്രീ PC ജോർജും അദ്ദേഹത്തിൻ്റെ അഭിഭാഷകരും തിരഞ്ഞെടുക്കും എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇവിടെ പോലീസിന് തെറ്റുപറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ശ്രീ PC ജോർജ് പറയാത്ത വാക്കുകൾ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിലും സ്റ്റേറ്റ്മെൻറ്റിലും റിമാൻഡ് റിപ്പോർട്ടിലും എഴുതി ചേർത്തു. ഇത് വേണ്ട മാതിരി ഊന്നലോടുകൂടി കോടതിയുടെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് നിർഭാഗ്യവശാൽ അനാരോഗ്യം കൊണ്ട് അസ്വസ്ഥത അനുഭവിക്കുന്ന ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിന് ജയിലിലാക്കണം. ജയിൽ അദ്ദേഹത്തിന് പുതുമയുള്ള സ്ഥലമൊന്നുമല്ല. ഈ ഇമ്പാച്ചി കാണിച്ചുകൊണ്ടൊന്നും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിക്കുമ്പോൾ. പക്ഷേ ഇതിലുള്ള ഒരു അനീതി അത് ചൂണ്ടിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഇതിലും പ്രകോപനപരമായി കേരളത്തിൽ സമാധാനപരമായി ജീവിക്കുന്ന വിവിധ സമുദായങ്ങളെ അങ്ങേയറ്റം വിദ്വേഷത്തിലേക്ക് പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ ഉണ്ടാകുമ്പോൾ കണ്ണടച്ച പോലീസ് 10-30 കൊല്ലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു മുൻ MLA, അദ്ദേഹം ചീഫ് വിപ്പു ആയിരുന്നു. ആ മനുഷ്യനെ വേട്ടയാടുന്നത് കാണുമ്പോൾ അതിലെ അനീതി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ വയ്യ. യെസ്.